അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നമ്മുടെ സർക്കാർ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് ലഹരിക്കെതിരെ. ഇപ്പം ലഹരി എന്ന് പറയുന്നത് നമ്മളെ സമൂഹത്തിനെ മുഴുവൻ ബാധിച്ചിട്ടുള്ള, അതിൽ ജാതിയോ മതമൊന്നുമില്ല, ഒരു മലയാളി എന്ന നിലയിൽ, ഒരു കേരളീയൻ എന്ന നിലയിൽ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന, എല്ലാ മനുഷ്യരുടെയും കുടുംബങ്ങളെയും ബാധിക്കുന്ന വളരെ വലിയൊരു വിപത്താണ്. അപ്പോൾ ആ ലഹരിക്കെതിരെ നല്ലൊരു സ്റ്റെപ്പ് എടുക്കുക, അല്ലെങ്കിൽ ആ ലഹരിക്കെതിരെ കർശനമായ നടപടിയെടുക്കുക എന്നുള്ളത് സർക്കാർ ചെയ്യുന്ന ഈ സ്റ്റെപ്പ് നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാ റിസോഴ്സും ഉപയോഗിച്ച് ഓരോ വ്യക്തിയും ആ സർക്കാരിൻ്റെ ഈ ഒരു സംരംഭത്തോടൊപ്പം കൂടേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനിത് കണക്കാക്കുന്നു. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് അതിൻ്റെ ഒരു ഉള്ളടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്നുള്ളത് ലഹരിക്കെതിരെ കർശനമായ നടപടിയെടുക്കുക, അഥവാ വ്യാപകമായ അന്വേഷണവും ലഹരി കടത്ത് നടത്തുന്ന ആളുകളെയും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അങ്ങനെ അറസ്റ്റുകളും അതുപോലെ കേസുകൾ ധാരാളമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ശിക്ഷാ നടപടികളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അതോടൊപ്പം ഇതിനെതിരെ ഒരു ക്യാമ്പയിനും ആളുകളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം ഒക്കെ നടത്തുന്ന ഒരു ഓവറോൾ ഒരു നടത്തുന്ന ഒരു സ്റ്റെപ്പാണിത്. അപ്പൊ ഇത് സർക്കാർ ചെയ്യുന്നുണ്ട്. ഇനി ലഹരിയൊന്നും നമ്മളെ നാട്ടിൽ ഒഴുകില്ല എന്ന് വിശ്വസിച്ച് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്നതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റൊരു ഡയമെൻഷൻ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ എഫക്ടിവിറ്റി അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. എന്നാലും സർക്കാരിനും പോലീസിനും ഈ വിഷയത്തിൽ ലിമിറ്റേഷൻസും ഉണ്ട് എന്നുള്ളത്. ഈ ഇടയ്ക്ക് ഒരു നിയമപാലകനുമായി സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചത്, എന്തുകൊണ്ട് ഇതിന്റെ സോഴ്സ് കണ്ടെത്താൻ പറ്റുന്നില്ല, അഥവാ ഇപ്പൊ ഇന്ത്യയിലേക്ക് ലഹരി ഒഴുകുന്ന ആ സോഴ്സ് കണ്ടെത്താതെ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി പിടിച്ചത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതായിരുന്നു എനിക്കുണ്ടായിരുന്ന സംശയം. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് ഈ കഞ്ചാവ് വരുന്നുണ്ട്. അഥവാ MDMA അല്ല, കെമിക്കൽ അല്ല, മറിച്ച് കഞ്ചാവ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ കിട്ടൂലല്ലോ. അപ്പൊ അതിന്റെ കൃഷി വ്യാപകമായി നടക്കുന്ന, പോലീസിന് പോലും എത്തിപ്പെടാൻ പറ്റാത്ത വനമേഖലകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അത് സ്പെസിഫിക് ആയി ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം കഞ്ചാവ് കൃഷികൾ നടക്കുന്നുണ്ട്. ഈ കൃഷി വ്യാപകമായി ചെയ്യണമല്ലോ. അപ്പൊ അവിടേക്ക് പോലീസിന് പോലും പ്രവേശിക്കാൻ പറ്റാത്ത ലിമിറ്റേഷൻസ് ഉള്ള സംസ്ഥാനങ്ങളുള്ള സ്ഥിതിക്ക് ഇതിന്റെ സപ്ലൈ എന്തായാലും നിൽക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ സപ്ലൈ വീണ്ടും തുടരും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, MDMAക്കുള്ള, അല്ലെങ്കിൽ ആ സപ്ലൈ അന്വേഷിക്കാൻ പോയിടത്തോളം പോലീസുകാർക്ക് ജീവന് ഭീഷണി വരികയും അത് വളരെ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട് കേരള പോലീസിന് ആ വിഷയത്തിൽ. കാരണം അവർക്ക് ഓൾറെഡി മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അവർക്ക് കേസുകളുടെ അതിപ്രസരം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോകുക എന്നുള്ളത് വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം MDMA ആണ്. MDMAക്ക് സോഴ്സ് ഉണ്ട്. ഘാന, നൈജീരിയ പോലത്തെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള, അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ ഇവിടെ ബാംഗ്ലൂരിലും ഒക്കെ ബേസ് ചെയ്തിട്ട് കിച്ചൺ എന്നാണ് അതിന് പറയാം. കിച്ചണിൽ ഇരുന്നിട്ട് ഇത് ലാബ് പോലെ, അവരുടെ ലാബ് എന്ന് പറഞ്ഞാൽ അതിന് സമാനമായിട്ട് അവർ വിളിക്കുന്ന കിച്ചൺ എന്നാണ്. അപ്പൊ അവിടെയൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നും അത് പോലീസിന് കുറെയൊക്കെ അതിന്റെ സോഴ്സുകളിലേക്കൊക്കെ അന്വേഷിച്ചെത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊച്ചിയാണെന്നും കൊച്ചി ഒരു ബാംഗ്ലൂർ പോലെ ആയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സോഴ്സുകളിലേക്കും അന്വേഷിച്ച് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇനി പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആദ്യം സോഴ്സ് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്നാമതായി സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിയമത്തിൽ പോലും ചില ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പോലീസിന് ഈ ലഹരി കേസ് മാത്രമല്ല, അവർക്ക് എല്ലാ തരത്തിലുള്ള കേസുകളും, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കേസുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. അപ്പൊ ലഹരി മാത്രം എന്നുള്ളത് ഫോക്കസ് ചെയ്യാൻ പറ്റൂല, ലഹരിയോടൊപ്പം തന്നെ. അപ്പൊ അവർക്ക് അവരുടെ ഒരു പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട്, അവരുടെ ടൈമിന്റെ ലിമിറ്റേഷനും റിസോഴ്സിന്റെ ലിമിറ്റേഷനും ഉണ്ടായിരിക്കുകയാണ്. അതിൽ നിന്നുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് അംഗീകരിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറണം. എല്ലാം പോലീസിനെ പഴിചാരില്ല, മറിച്ച് പോലീസിൽ ഉണ്ടാവുന്ന ഈ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ലഹരിക്കെതിരെ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻ ഉണ്ട്. മാത്രമല്ല, ഇപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ ഹാൻഡ്സ് കൈവശം വെക്കുന്നതിന് നിയമപരമായ ഒരു പ്രശ്നമല്ല. ഹാൻഡ്സ് എന്നുള്ളത് ടൊബാക്കോ ഉള്ള പ്രോഡക്റ്റ്, ഇപ്പൊ സിഗരറ്റ് വെക്കുന്ന പോലെ തന്നെയാണ് ഹാൻഡ്സ് വെക്കുന്നത്. പക്ഷെ അത് ഒരാൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഹാൻഡ്സുമായി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സിമ്പിൾ ആയിട്ട് ഫൈൻ അടച്ചു ഊരി പോരാവുന്ന കാര്യമേ ഉള്ളത്.
മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ലഹരി പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി പോയി അന്വേഷിച്ച് കണ്ടെത്തുന്ന പോലീസുകാർ അവരുടെ കൂടെ ഒരു ഗസറ്റഡ് ഓഫീസർ ഉണ്ടാവണമെന്നും അത് അവർ റെക്കോർഡ് ചെയ്യണമെന്നും ആ റെക്കോർഡിക്കലി അത് മൂവ് ചെയ്യണം, അങ്ങനെ കുറച്ച് ഒരു ഡോക്യുമെന്റേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് ഉണ്ട്. ആ സംഭവം അവിടെ എന്തെങ്കിലും ആ ഒരു പ്രൊസീജിയറിൽ ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഇല്ലാതാവും. അപ്പൊ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഈ നിയമപരമായിട്ട് അല്ലെങ്കിൽ നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഈ കഞ്ചാവ് മാഫിയ അല്ലെങ്കിൽ ലഹരി മാഫിയ എന്ന് പറയുന്ന ഈ ആളുകൾക്കെതിരെ ആളുകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമത്തിന്റെ പരിരക്ഷയിൽ നിന്ന് അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കൽ കുറച്ച് പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഓക്കെ, അവരുടെ പിന്നാലെ പോയി അത് ചെയ്ത് തീർക്കാനുള്ള ഒരു റിസോഴ്സ് കേരള പോലീസിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കുറവാണ്. പക്ഷെ എന്നാലും അവരുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് വളരെ നന്നായി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സപ്ലൈ എന്ന് പറയുന്ന ആ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കാണുന്നത് മൊത്തം ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ട് കാണുന്നതൊക്കെ കഞ്ചാവ് വേട്ടയാണ്. കഞ്ചാവ് പിടിക്കുന്നു, എത്രയോ കിലോ കണക്കിന് കഞ്ചാവ് പിടിക്കുന്നു. പക്ഷെ ഈ പിടിക്കുന്ന കഞ്ചാവിന് അപ്പുറം പിടിക്കാത്ത ഒരളവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ കുറയ്ക്കാൻ പറ്റും. ഇവരുടെ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്ലൈ കുറയ്ക്കാൻ പറ്റും. നമ്മളും അതിലേക്ക് ആകണം. നമ്മളും എവിടെയെങ്കിലും സപ്ലൈ കാണുന്നുണ്ടെങ്കിൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാൻ വേണ്ടി അവരും ശ്രമിക്കും. ഇതെല്ലാം വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഡിമാൻഡ് ഓഫ് ആക്കാനുള്ള ഒരു ഭാഗം നമ്മളുണ്ടാവും. അപ്പൊ ഡിമാൻഡ് ഓഫ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നത് ആരാണ്? നമ്മളെ മക്കൾ തന്നെയാണ്. നമ്മളെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ മക്കളും നമ്മുടെ ജ്യേഷ്ഠന്മാരും നമ്മുടെ അനിയന്മാരുമാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ അനിയത്തിമാരും നമ്മുടെ ജ്യേഷ്ഠത്തിമാരും പെൺകുട്ടികളടക്കം UP സ്കൂളിൽ നിന്ന് വരെ ഇത് പിടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാ? അപ്പൊ ഇതിന്റെ ഡിമാൻഡ് ഓഫ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ആയിരിക്കണം. നമ്മളൊരു വ്യക്തിപരമായിട്ട് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ അവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ ഇത് ഉപയോഗിക്കാതിരിക്കാനുള്ള പൂർണ്ണമായ ബോധവൽക്കരണവും അതിന്റെ പിന്നിൽ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ കുട്ടികളുടെ പിന്നിൽ, നമ്മുടെ മക്കളുടെ പിന്നിലും, നമ്മുടെ സഹോദരങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ പിന്നാലെ നമ്മൾ കൂടി അവർ ചെറുപ്പം മുതൽ അവർക്കുള്ള ബോധവൽക്കരണവും ക്യാമ്പസുകളിലും സ്കൂളുകളിലും അതിനുള്ള നിരന്തരമായ ബോധവൽക്കരണവും അവർക്ക് ക്ലാസ്സുകൾ വെച്ചിട്ടും അവർക്ക് ഇതിന്റെ അപകടങ്ങൾ ബോധ്യപ്പെടുത്തിയും അവരുടെ ജീവിതം എങ്ങനെയാണ് നശിക്കാൻ പോകുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ട് എങ്ങനെയാണ് അവരുടെ ജീവിതം മാറി മറിയാനും വഴിതെറ്റിപ്പോകാനും പോകുന്നത് എന്നുള്ള ഭീകരമായ ഒരു ചിത്രം ഇതുവരെ നിരന്തരം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ ഇത് ഉപയോഗിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സപ്ലൈ ഇതില്ലല്ലോ. സപ്ലൈ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഈ ലഹരി മാഫിയ എങ്ങനെയാണ് നിരപരാധികളായ കുട്ടികളെ അവരിതിലേക്ക് എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഓരോരോ കേസുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മൾ പരമാവധി നമ്മൾ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനും അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് കുറെ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഇത് ആളുകൾ അതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കേസുകളെ പറ്റി നമ്മൾ പോലീസുകാരോട് സംസാരിക്കുക, പോലീസുകാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക. അപ്പോൾ ഓരോരോ കുടുംബങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഇതിലേക്ക് പെട്ട കുടുംബങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറെ ധാരണകൾ കിട്ടും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ പിന്നാലെ കൂടി പഠിച്ച് മനസ്സിലാക്കി എത്താനുള്ള നമ്മുടെ മക്കൾ അതിലേക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടച്ചു മാറ്റുക അല്ലെങ്കിൽ അത് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കണമെന്നും അഥവാ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന നമ്മുടെ സർക്കാരിന്റെ ഈ സംരംഭത്തെ പൂർണ്ണമായും നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം നമ്മൾ ഒരു വ്യക്തിപരമായി നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ബോധവൽക്കരണവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.